പൂരിട്ടാതി നക്ഷത്രക്കാരെ, ജൂലൈയിൽ നിങ്ങൾ പലതും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടത് ആളുകളെയല്ല, മിഥ്യാധാരണകളെയാണ്. നിങ്ങൾ വിശ്വസിച്ച ചില മുഖങ്ങൾ മാറി, നിങ്ങൾ പ്രതീക്ഷിച്ച ചില വാതിലുകൾ തുറന്നില്ല, നിങ്ങൾ കാത്തിരുന്ന ചില വാർത്തകൾ വന്നില്ല. ഒരു നിമിഷം എൻ്റെ ഭാഗ്യം എന്നെ വിട്ടുപോയോ എന്ന് പലരും ചിന്തിച്ചിരിക്കാം. പക്ഷെ ഓഗസ്റ്റ് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ വാതിലുകൾ അടയ്ക്കുന്നത് തെറ്റായ വഴിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശ തുറക്കാൻ സാധ്യതയുണ്ട്. പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം ഗുരുവാണ്. അതിദേവൻ അജയേകപാതനുമാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ശവക്കട്ടിലിന്റെ മുൻകാലുകളുമാണ്. ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നാം, പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു ജീവിതഘട്ടം അവസാനിച്ച് മറ്റൊന്ന് ആരംഭിക്കുന്നു എന്നാണ്. പൂരുട്ടാതി നക്ഷത്രക്കാരെ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരല്ല, ജീവിതം ആഴം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അറിവ്, ആത്മീയത, ഗവേഷണം, പുതിയ ആശയം ഇവയിലേക്ക് ഇവർക്ക് സ്വാഭാവിക ആകർഷണമുണ്ട്. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ഏറ്റെടുക്കും. അത് കാരണം സ്വന്തം സന്തോഷം പോലും മറന്നു പോകും. ഈ ഓഗസ്റ്റിൽ ഈ സ്വഭാവം നിങ്ങളെ ക്ഷീണിപ്പിക്കാം. ജൂലൈയിൽ നിങ്ങൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു: എല്ലാവരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ചിലർക്ക് ജോലിയിൽ നിരാശ, ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം, ചിലർക്ക് പ്രണയത്തിൽ അകലം. പക്ഷെ ഈ അനുഭവങ്ങൾ നിങ്ങളെ തകർക്കാനല്ല വന്നത്, നിങ്ങളുടെ മുൻഗണനകൾ മാറ്റാൻ വേണ്ടിയാണ്. കരിയറിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ ഒരു പുതിയ അവസരം പ്രത്യക്ഷപ്പെടാം. ആദ്യത്തേതിൽ അത് ചെറിയതാണെന്ന് തോന്നും, പക്ഷെ ഭാവിയിൽ വലിയ നേട്ടം നൽകാൻ സാധ്യതയുണ്ട്. അധ്യാപനം, കൺസൾട്ടിങ്, റിസർച്ച്, സിനിമ, എഴുത്ത്, IT ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് പ്രത്യേക മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. 3-ാം ആഴ്ച മുതൽ നിങ്ങളുടെ കഴിവിന് അർഹമായ അംഗീകാരം ലഭിച്ചിട്ട് തുടങ്ങാം. ബിസിനസ് ചെയ്യുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർ, ഈ മാസം ദീർഘകാല വളർച്ചയ്ക്ക് അടിത്തറ പാകുന്ന മാസമാണ്. വലിയ ലാഭം ഉടൻ പ്രതീക്ഷിക്കരുത്. പകരം ശരിയായ ക്ലയൻറ്റുകളെയും ശരിയായ പങ്കാളിത്തങ്ങളെയും തിരഞ്ഞെടുക്കുക. വിദേശ ബന്ധങ്ങൾ, ഓൺലൈൻ ബിസിനസ്, ഡിജിറ്റൽ സേവനങ്ങൾ ഇവയിൽ നിന്ന് പുതിയ അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ആദ്യ 2 ആഴ്ചകൾ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. പക്ഷേ മാസത്തിൻ്റെ അവസാനത്തോടെ ഒരു പുതിയ വരുമാന മാർഗം തുറക്കാനോ മുടങ്ങിയിരുന്ന പണം ലഭിക്കാനോ സാധ്യതയുണ്ട്. ഈ മാസം വികാരത്തിൻ്റെ പേര് സാമ്പത്തിക തീരുമാനം എടുക്കരുത്. പ്രണയത്തിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സ്നേഹിക്കുന്നവരെ മാറ്റാൻ ശ്രമിക്കില്ല, പക്ഷേ അവർക്ക് വേണ്ടി സ്വയം മാറും. ഈ സ്വഭാവം നല്ലതാണെങ്കിലും ഒരു പരിധി വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വയം മാറാനൊന്നും നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. വിവാഹിതർ പങ്കാളിയുമായി ഭാവിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കാത്ത പക്ഷം നിങ്ങളുടെ ഇഷ്ടം അവളോ അവനോ വേറൊരാളുടെ കൂടെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സിംഗിളായവർ ഒരു അപ്രതീക്ഷിത പരിചയം ഉണ്ടാവും. ഗൗരവമുള്ള ബന്ധമായി മാറാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു പഴയ പ്രശ്നം അവസാനിക്കാനുള്ള സൂചനകളുണ്ട്. മുതിർന്നവരുടെ ഉപദേശം ഈ മാസം അവഗണിക്കരുത്. സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാം. മാസാവസാനം വീട്ടിലൊരു സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ മാനസിക ക്ഷീണം, ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഇവ ശ്രദ്ധിക്കണം. ധ്യാനമോ പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവിടുന്നതോ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. പൂരിട്ടാതി നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാൻ വന്ന മാസമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ശരിയായ ആളുകളെയും ശരിയായ വഴിയെയും കാണിച്ചു തരാൻ വന്ന മാസമാണ്. ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്ന പോലെ തോന്നാം, പക്ഷെ അതൊരു അവസാനമല്ല, പുതിയ തുടക്കത്തിൻ്റെ സൂചനയാണ്. കരിയറിൽ പുതിയ അവസരം, ബിസിനസ്സിൽ സ്ഥിരമായ വളർച്ച, സാമ്പത്തികമായി ആശ്വാസം, പ്രണയത്തിൽ വ്യക്തത, കുടുംബത്തിൻ്റെ സന്തോഷം ഇവയിൽ ഒന്നോ അതിലധികമോ ഈ മാസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ ജീവിതത്തെ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അറിവല്ല, തകർന്ന സാഹചര്യങ്ങളിൽ പോലും പുതിയ അർത്ഥം കണ്ടെത്താനുള്ള കഴിവാണ്. ഈ ഓഗസ്റ്റിൽ അടയുന്ന വാതിലുകളെ നോക്കി നിൽക്കരുത്. തുറക്കാൻ പോകുന്ന വാതിലുകൾക്കും നടക്കൂ. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു അവസാനത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത്.